നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഐശ്വര്യവും സമൃദ്ധിയും ജീവിതത്തിൽ വീണ്ടും എത്തുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ നാളുകൾ തേടിയെത്തിയിരിക്കുന്നു. ഇവരുടെ എല്ലാവിധ തടസ്സങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന സമയമാണ്. തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു. ഇവർ ഏറ്റെടുക്കുന്ന ജോലികളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുകയും ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളിലൂടെ കടന്നു വരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് അവിടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറി നിൽക്കുന്നൊരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ സമയം എത്തുന്നു. ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ആണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. ഇവർക്ക് കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉയർച്ചകളും നല്ല മാറ്റങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മിന്നുന്ന വിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ പാടെ മാറുന്നു. എല്ലാവിധ തടസ്സങ്ങളും ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് വരാൻ പോകുന്നത്. ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിലൊക്കെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം വന്നു ചേരുന്നു. ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ ലാഭം വർദ്ധിച്ച് കാണുന്ന ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന, നേട്ടങ്ങളുടെ ഒരു വലിയ കാലം തന്നെ വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽപരമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയില്ലാത്ത ആളുകൾക്ക്, തൊഴിൽ നഷ്ടം സംഭവിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് മോദകം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഏറ്റവും ഇഷ്ട നിവേദ്യമാണ്, വഴിപാടാണ്. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിത്തരും. അതോടൊപ്പം തന്നെ എല്ലാ തടസ്സങ്ങൾക്കുള്ള പരിഹാരം ഭഗവാൻ നേടിത്തരും. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ തന്നെ സംഭവിക്കും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് രോഹിണി നക്ഷത്രം. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് വന്നു ചേരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ വെച്ചിരി കയറ്റം തന്നെ സംഭവിക്കുന്ന ഒരു സമയമാണ്. ജീവിത വിജയം നേടുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇവർക്ക് കുടുംബപരമായിട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു. കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുകയും ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒട്ടേറെ സാമ്പത്തിക ക്ലേശങ്ങൾ, കടബാധ്യതകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുകയും ജീവിതത്തിൽ വിജയത്തിന്റെ വെന്നുകൂടി പാറിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും, താല്പര്യമില്ലായ്മ, അലസത ഇത്യാദി കാര്യങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനി വരുന്ന നാളുകൾ അവരുടെ ജീവിതത്തിലെ അഭിവൃദ്ധി നിറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയ ആളുകളാണെങ്കിൽ മനസ്സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത്.
ഇവർക്ക് സാമ്പത്തിക നിലയിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യത, മനസ്സിലെപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഏതൊരു കാര്യത്തിനും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേടുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു സമയത്തിനുള്ള മാറ്റമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുകയും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയം. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യം, മഹാ ഐശ്വര്യം, സമൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയം. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും വലിയ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും വിദേശത്ത് ജോലിയുമായോ പുതിയ പുതിയ അവസരങ്ങൾ തേടിയുള്ള സാഹചര്യത്തിനോ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും ശത്രുക്കൾ മിത്രങ്ങളാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ശത്രുനാശം നല്ല രീതിയിൽ തന്നെ നടക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിൽ തന്നെ വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം, പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന പുതിയ പുതിയ സാമ്പത്തിക മേഖലകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. മകം നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാടായ ധാര വഴിപാട്, ജലധാര വഴിപാട് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പിൻവിളക്ക്, കൂള, മാല വഴിപാടായി സമർപ്പിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ഒട്ടേറെ ഉയർച്ചകൾ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഭാഗ്യം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഇവരുടെ കൂടിയുണ്ട്. ആ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സഹോദര ഗുണം വന്നു ചേരുന്നു. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹബന്ധം ദൃഢമാവുകയും കുടുംബത്തിൽ സഹോദരങ്ങളുടെ സഹായ സഹകരണവും സ്നേഹബന്ധവും ഊട്ടിയുറപ്പിക്കുന്നതിനും കുടുംബത്തിന്റെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നതിനും സാധിക്കും. സഹോദര ഗുണം കൊണ്ട് അവർക്ക് ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും സാധിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. ഭൂമി സംബന്ധമായി അതിൽ നിന്ന് വരുമാനം, ആദായമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലെ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്ന ആളുകൾ തന്നെയാണ്. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജോലിയിൽ മിന്നുന്ന വിജയവും ഉയർച്ചയും കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യവും സമൃദ്ധിയും വലിയ തോതിൽ തന്നെ വന്നെത്തുന്ന സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ, ഉയർന്ന വരുമാനത്തിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്.
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.